അപ്പോൾ ഞങ്ങൾ ഈ സമ്മേളനം തിരഞ്ഞെടുത്തത് വർഗീയത ഈ നാടിനാപത്താണ്. ആ വർഗീയത ഏത് രീതിയിലും ചെറുക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് CPIM. ഇടതുപക്ഷത്തെയും CPIM-നെയും തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ UDF-ഉം BJP-യും ഒരു നാണയത്തിൻ്റെ അച്ചുംപുള്ളി. എല്ലാ കാലത്തും അങ്ങനെയാണ്. UDF-ന് BJP ജയിച്ചാലും CPM തോൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയം പുതിയ തലമുറയിലും ജനങ്ങളിലും വർഗീയതയ്ക്കെതിരായി പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കടമയും ലക്ഷ്യവുമാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനമായി ഞങ്ങൾ എടുത്തിട്ടുള്ളത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബാണ് എനിക്കിപ്പോൾ ഉള്ളത്. ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ. പുതിയ പദവിയിലേക്ക് എത്തുകയാണ്. സ്വന്തം നാട്ടുകാരൻ കൂടി ആയതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എങ്ങനെയുണ്ട് പുതിയ പദവിയിലേക്ക് എത്തുന്നത്? താങ്കളെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ അത്രയേറെ കാലം പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇത് സമ്മേളനം എന്നെയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സന്തോഷപൂർവ്വം ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായി ഫുൾ ടൈം പാർട്ടി പ്രവർത്തനം നടത്തുന്ന എനിക്ക് ആ സെക്രട്ടറി എന്ന പദവി നയിച്ചു പോകാൻ വേണ്ടി കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. പാർട്ടി ആവശ്യപ്പെടുന്ന ഏത് ജോലിയും ചെയ്തുകൊണ്ടാണ് ഈ കാലം അത്രയും പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. പാർട്ടി എന്ന കാര്യം ആവശ്യപ്പെട്ടു, അത് ഞാൻ ഏറ്റെടുത്തു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ്. ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന പരിചയം കൂടി ഉണ്ട്. തീർച്ചയായും ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അത്തോളി പഞ്ചായത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ മേഖലകളിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഓരോ മേഖലകൾ, അതിലേറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിച്ചൊരു മേഖല സഹകരണ മേഖലയാണ്. അതെനിക്കൊരു സന്തോഷമുള്ളൊരു മേഖല കൂടിയായിരുന്നു. സഹകരണ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ സഹകരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം നന്മ ചെയ്യാനും അതിനനുസൃതമായിട്ട് ആ സ്ഥാപനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാനും സാധിച്ചിട്ടുണ്ടെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ജനങ്ങളും അത് തന്നെ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാർട്ടിക്ക് ഏറ്റവും നല്ല അടിത്തറയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തന്നെ പരാജയപ്പെടുക, അത് ഈ സമ്മേളനത്തിൽ വിമർശനമായി വരികയും ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിൽ അതിനെയൊക്കെ നേരിടാനാണ്? ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു രാഷ്ട്രീയം നേരത്തെ ഞങ്ങളുടെ പാർട്ടി തന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് റിവ്യൂവിലെല്ലാം വളരെ പരസ്യമായിട്ട് പറഞ്ഞാണ്. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിനും സത്യത്തിൽ ഈ ജില്ലക്കകത്ത് വന്നിരിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണമാണ് വളരെ കൃത്യമായിട്ട്. ആ വർഗീയ ധ്രുവീകരണത്തിൽ ഞങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കുറേ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നിലയിലാണ് വലിയ രീതിയിലുള്ളൊരു പരാജയത്തെ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്. അത് കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതൊരു രാഷ്ട്രീയമായി മാത്രമുള്ള ഒരു അഭിപ്രായം എന്ന നിലയിലല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് രീതി എടുത്തിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രത്തിൽ BJP വരരുതെന്ന് ചിന്തിച്ച കുറേ പേരുണ്ട്. അതേപോലെ BJP ഒരു മുൻതൂക്കം കിട്ടുന്ന രീതിയിലുള്ള ഒരു വർഗീയവൽക്കരണം മൊത്തമായിട്ട് വന്ന ഒരവസ്ഥയുണ്ട്. BJPക്ക് വോട്ട് കൂടിയതൊക്കെ നിങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ ഈ സമ്മേളനം തിരഞ്ഞെടുത്തത് വർഗീയത ഈ നാടിനാപത്താണ്. ആ വർഗീയത ഏത് രീതിയിലും ചെറുക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് CPIM. ഇടതുപക്ഷത്തെയും CPIM-നെയും തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ UDF-ഉം BJP-യും ഒരു നാണയത്തിൻ്റെ അച്ചുംപുള്ളി. എല്ലാ കാലത്തും അങ്ങനെയാണ്. UDF-ന് BJP ജയിച്ചാലും CPM തോൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയം പുതിയ തലമുറയിലും ജനങ്ങളിലും വർഗീയതയ്ക്കെതിരായി പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കടമയും ലക്ഷ്യവുമാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനമായി ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നേരിടാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇനി അതിനു വേണ്ടിയുള്ള ഇറങ്ങുകയാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ഞങ്ങൾ അതിനനുസൃതമായി അതൊന്നും ആലോചിക്കാനായിട്ടില്ലല്ലോ. ഏതായാലും ഈ ജില്ലക്കകത്ത് ഉള്ള മുന്നേറ്റം ഒട്ടും പിറകോട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ഉദ്ദേശിക്കുന്നത്.